സംവിധായകൻ രഞ്ജിത്ത് പീഡിപ്പിച്ചെന്ന യുവനടിയുടെ പരാതി ലഭിച്ച ശേഷം പോലീസിന്റെ സർവ്വ നീക്കങ്ങളും അതീവ രഹസ്യമായിരുന്നു. ഇതിനോടകം നടിയുടെ മൊഴിയും രഹസ്യമായി രേഖപ്പെടുത്തി. രഞ്ജിത്തിനെ തൊടുപുഴയിൽ വെച്ച് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത ശേഷം കൊച്ചിയിലെത്തിച്ച് ഇന്നു രാവിലെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി. പിന്നീട് റിമാൻഡ് ചെയ്ത രഞ്ജിത്തിനെ സബ് ജയിലിലേക്ക് മാറ്റി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. തന്നെ തകർക്കാനുള്ള ശ്രമമാണെന്ന് രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. തൊടുപുഴയിൽ വെച്ചാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2 ദിവസം മുൻപാണ് യുവനടി രഞ്ജിത്തിനെതിരെ പരാതി നൽകിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി രഞ്ജിത്ത് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. SP നൽകിയ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. പണി എന്ന സിനിമയിലെ നടൻ ബോബി കുര്യന്റെ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് രഞ്ജിത്തിനെ പിടികൂടിയത്. സിനിമ ചിത്രീകരണത്തിനിടെ രഞ്ജിത്ത് കയറിപ്പിടിച്ചു എന്നാണ് പരാതി. മാനഭംഗം, ലൈംഗികാതിക്രമം, തടഞ്ഞുവെക്കൽ, അശ്ലീല ആംഗ്യം കാണിക്കൽ എന്നീ 4 വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച രഞ്ജിത്തിനെ എറണാകുളം സെൻട്രൽ പോലീസ്, എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയും നടത്തി. സിനിമയുടെ സെറ്റിൽ തന്നെയുള്ള ആഭ്യന്തര സമിതിയുടെ മുൻപാകെ പരാതി നൽകിയെങ്കിലും ഇവിടെ തീരുമാനമാകാതെ വന്നതോടെ യുവനടി DGPക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച SITക്കും പരാതി നൽകിയെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി നോർത്ത് വനിതാ പോലീസ് യുവനടിയുടെ മൊഴിയെടുത്ത ശേഷമാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങിയത്. എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്ന വഴി മുട്ടത്ത് വെച്ചാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. കാരവാനിൽ വെച്ച് കയറിപ്പിടിച്ചെന്നായിരുന്നു നടിയുടെ മൊഴി. അന്വേഷണത്തിന് മേൽനോട്ടം നിർവഹിച്ചത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ നേരിട്ടായിരുന്നു. മൊഴിയിലെ വിവരങ്ങൾ ശരിയാണെന്ന് വ്യക്തമായതോടെ അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. അറസ്റ്റ് വിവരം ചോരാതിരിക്കാൻ പോലീസ് തികഞ്ഞ ജാഗ്രത കാട്ടി. ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. തൊടുപുഴ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് അറസ്റ്റ് വിവരം പുറം ലോകം അറിഞ്ഞത്. കൊച്ചിയിലെത്തിച്ച രഞ്ജിത്തിനെ ആശുപത്രി പ്രവേശിപ്പിച്ചു. ECGയിൽ വ്യതിയാനമുള്ളതിനെ തുടർന്ന് നിരീക്ഷണത്തിലാക്കി. പിന്നീടാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ചത്. രഞ്ജിത്ത് പുതിയതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതിക്കാരി. നേരത്തെയും രഞ്ജിത്തിനെതിരെ 2 പീഡന പരാതികൾ ഉയർന്നിരുന്നു. പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ ബംഗാളി നടിയോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു ആദ്യ പരാതി. എന്നാൽ 2025 ഒക്ടോബറിൽ രഞ്ജിത്തിന്റെ ഹർജിയിൽ ബംഗാളി നടി നൽകിയ ലൈംഗികാതിക്രമ കേസ് ഹൈക്കോടതി റദ്ദാക്കി. തന്നെ ബംഗളൂരുവിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന് കാട്ടി കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയായിരുന്നു രണ്ടാമത്തേത്.